KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും ഓൺലൈൻ റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം. SYS 60ാം വാർഷികം AC കൺവെൻഷനുകൾ ആരംഭിച്ചു. ന്യൂനപക്ഷ സംരക്ഷണം സർക്കാരുകളുടെ ബാധ്യത. SYS. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കായി മഅദിൻ അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. പരിസ്ഥിതി ദിനത്തിൽ 6000 വൃക്ഷത്തൈ നട്ട് SYS 60ാം വാർഷികത്തിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിക്കും. മനുഷ്യക്കടത്തെന്ന പേരിൽ സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ തകർക്കാൻ ഗൂഢശ്രമം. ഡൽഹിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് സന്നദ്ധമാണെന്ന് AIP നേതാവ് അരവിന്ദ് കെജ്രിവാൾ. സംസ്ഥാനത്ത് വിഷമദ്യ ദുരന്തമുണ്ടാക്കാൻ മദ്യലോബി ശ്രമിക്കുന്നുണ്ടെന്ന് VM സുധീരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രക്ഷപ്പെടാൻ രഹസ്യ തുരങ്കമൊരുക്കും. ആറന്മുള വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വാർത്തകൾ വിശദമായി. പഠനാവശ്യത്തിനായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് സംസ്ഥാനത്തെ അനാഥാലയങ്ങളെ തകർക്കാൻ ഗൂഢശ്രമം. മനുഷ്യക്കടത്തെന്ന് പേരിട്ടാണ് പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. BJP ഇതിനെതിരെ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും നടപടിയുണ്ടാക്കുമെന്ന ഉറപ്പുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. മോദി സർക്കാർ അധികാരമേറ്റതോടെ BJPയുടെ കേരള നേതൃത്വത്തിന്റെ ആവശ്യങ്ങൾ വേഗത്തിൽ അംഗീകരിക്കപ്പെടുമെന്നതിനാൽ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളെ തകർക്കാമെന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രനാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധിയെ സമീപിച്ചിട്ടുള്ളത്. നിയമസഭ പിരിച്ചുവിടരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വീണ്ടും തെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്ന് AIP നേതാവ് അരവിന്ദ് കെജ്രിവാൾ. സർക്കാർ രൂപീകരിക്കണോ എന്ന് ജനങ്ങളോട് ചോദിക്കേണ്ടതുണ്ടെന്നും അതിനാൽ നിയമസഭ പിരിച്ചുവിടരുതെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്തെഴുതിയിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളുള്ളതിനാൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ലെന്നും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക മാത്രമാണ് പരിഹാരമെന്നും ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് അറിയിച്ചെന്നും കെജ്രിവാൾ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് ശേഷം നടന്ന പാർട്ടി MLAമാരുടെ യോഗത്തിൽ 20ൽ 16 പേരും സർക്കാർ രൂപീകരണത്തെ അനുകൂലിച്ചു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ജനങ്ങളോട് അഭിപ്രായം തേടിയതെന്നും നിയമസഭ പിരിച്ചുവിടരുതെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്തയച്ചതെന്നും കെജ്രിവാൾ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ലെന്നും പുതിയ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മുന്നിലുള്ള മാർഗമെന്നും കെജ്രിവാൾ പറഞ്ഞു. സംസ്ഥാനത്ത് വിഷമദ്യ ദുരന്തമുണ്ടാക്കാൻ മദ്യലോബികൾ ശ്രമിക്കുന്നുണ്ടെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. ബാറുകൾ തുറപ്പിക്കാനുള്ള മദ്യലോബിയുടെ നീക്കം പരാജയപ്പെട്ട സാഹചര്യത്തിലാണിത്. സർക്കാർ കൂടുതൽ ജാഗ്രത കാണിച്ചാൽ ഇത്തരം നീക്കം തടയാം. ഇതുവരെ മദ്യദുരന്തമുണ്ടാകാത്തത് വിവിധ വകുപ്പുകളുടെ നിരീക്ഷണ ഫലമായിട്ടാണ്. ബാറുകളുടെ നിലവാരം കൂട്ടി ആളുകളെ കുടിപ്പിക്കുകയല്ല വേണ്ടത്, ബാറുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിലേക്ക് രഹസ്യ തുരങ്കം നിർമ്മിക്കുന്നതായി റിപ്പോർട്ട്. 2010-ൽ നിർമ്മാണം ആരംഭിച്ച ഈ തുരങ്കം 2 മാസത്തിനകം പൂർത്തിയായേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കം കമാൽ അതാതുർക്ക് മാർഗ്, ഗോൾഫ് കോഴ്സ്, സഫ്ദർജംഗ് ഖബറിടം എന്നിവിടക്കിടയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്റലിജൻസ് ബ്യൂറോയും കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പും ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനും സംയുക്തമായാണ് തുരങ്കം നിർമ്മിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സുരക്ഷിതമായി വിമാനത്താവളത്തിലേക്ക് രക്ഷപ്പെടാൻ ഈ തുരങ്കം ഉപയോഗപ്പെടുത്താം. പ്രധാനമന്ത്രിക്ക് പുറമെ രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഈ തുരങ്കം ഉപയോഗപ്പെടുത്താം. അടിയന്തര ഘട്ടങ്ങളിൽ തുരങ്കം വഴി സഫ്ദർജംഗ് വിമാനത്താവളത്തിലെത്തിയാൽ ഹെലികോപ്റ്റർ വഴി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരാം. ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ പാരിസ്ഥിതികാനുമതി റദ്ദാക്കിയ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതേസമയം പദ്ധതി നടത്തിപ്പുകാരായ KGS ഗ്രൂപ്പ് അനുകൂല വിധി സമ്പാദിച്ചാൽ സർക്കാർ എതിർക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശ്നം തീർക്കേണ്ടത് KGS ഗ്രൂപ്പിന്റെ ബാധ്യതയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുള്ളൂ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആറന്മുളയിൽ നിലം നികത്തിയിട്ടില്ല. മുൻ സർക്കാർ വ്യവസായ മേഖലയായി വിജ്ഞാപനം ചെയ്ത ഭൂമി ഡീനോട്ടിഫൈ ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇനി സ്വകാര്യ വ്യക്തികളുടെ 1 സെന്റ് പോലും എടുത്തുകൊടുക്കുകയോ സ്ഥലം നികത്താൻ അനുമതി നൽകുകയോ ചെയ്യില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള ഓൺലൈൻ സംവിധാനത്തിലെ തകരാറ് ഇന്നും പരിഹരിക്കപ്പെട്ടില്ല. ഇതുമൂലം തുടർച്ചയായി 5ാം ദിവസവും അപേക്ഷ സമർപ്പിക്കാനാവാതെ വിദ്യാർത്ഥികൾ വലഞ്ഞു. സെർവർ തകരാറ് മൂലമാണ് ഓൺലൈൻ സംവിധാനം തടസ്സപ്പെട്ടത്. എന്നാൽ 1500 വിദ്യാർത്ഥികൾക്ക് മാത്രം ഒരേ സമയം പ്രവേശിക്കാൻ സൗകര്യമുള്ള സൈറ്റിൽ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് സെർവർ തകരാറിലായതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപേക്ഷ സമർപ്പിക്കാൻ ജൂൺ 12 വരെ സമയമുള്ളതിനാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരിക, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരിക, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കായി മഅ്ദിൻ അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പിന് പ്രാർത്ഥനാ ധന്യതയോടെ സമാപനമായി. 10,000-ഓളം പേർ ഒരു പകൽ മുഴുവൻ വിശുദ്ധ തീർത്ഥാടനത്തിന്റെ അകപ്പൊരുളുകളിലൂടെ സഞ്ചരിച്ച വേദിയിൽ പ്രായോഗിക പരിശീലനവും പ്രാർത്ഥനാ മജ്ലിസും ശ്രദ്ധേയമായി. രാവിലെ 8-ന് അബൂബക്കർ സഖാഫി അരീക്കോടിന്റെ സ്വാഗത ഭാഷണത്തോടെ തുടങ്ങിയ പരിപാടി വൈകുന്നേരം 5-നാണ് അവസാനിച്ചത്. പതിറ്റാണ്ടിലധികം കാലമായി ഹജ്ജ് അമീറായി പ്രവർത്തിക്കുന്ന ഇബ്രാഹിം ബാക്കവി മേൽമുറി ഹജ്ജ് അനുഷ്ഠാന കർമ്മങ്ങളെപ്പറ്റി ക്ലാസ് എടുത്തു. പ്രത്യേകം തയ്യാർ ചെയ്ത് കഅബയുടെ മാതൃകയുടെ സഹായത്തോടെയുള്ള പ്രായോഗിക പരിശീലനം വിശ്വാസികൾക്ക് ഏറെ ഉപകാരപ്രദമായി. സമാപന വേദിയിൽ മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സമാപന പ്രാർത്ഥനയും സന്ദേശ പ്രഭാഷണവും നടത്തി. യാത്രയിലും വിശുദ്ധ ഭൂമിയിലും ജീവിതത്തിലെമ്പാടും തുണയാവുക അള്ളാഹുവിനോടുള്ള തേട്ടവും അവന്റെ അനുഗ്രഹവുമാണെന്ന ഖലീൽ തങ്ങളുടെ ഉദ്ബോധനം നെഞ്ചിലേറ്റിയാണ് അള്ളാഹുവിന്റെ അതിഥികൾ മഅ്ദിൻ ക്യാമ്പസിൽ നിന്ന് തിരിച്ചുപോയത്. ക്യാമ്പ് അംഗങ്ങളെ സ്വീകരിക്കാനും സൗകര്യവും സഹായവും ഒരുക്കാനുള്ള സന്നദ്ധ സേവകരുടെയും മഅ്ദിൻ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ പ്രകീർത്തിക്കപ്പെട്ടു. മലപ്പുറത്തെയും പരിസരത്തെയും വീടുകളിൽ നിന്ന് ഹാജിമാർക്കായി നെയ്യപ്പം ഉൾപ്പെടെ പലഹാരങ്ങൾ എത്തിച്ചത് ഏറെ ശ്രദ്ധേയമായി. ക്യാമ്പിന്റെ ഉപഹാരമായുള്ള സൗജന്യ ഹജ്ജ് കിറ്റ് വിതരണവും നടന്നു. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് സംസ്ഥാന വ്യാപകമായി സർക്കാർ ആചരിക്കുന്ന വൃക്ഷത്തൈ നടൽ യജ്ഞത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘവും പങ്കാളിയാവുന്നു. കാസർഗോഡ് ജില്ലയിൽ 6000 തൈകൾ നട്ടുകൊണ്ടാണ് SYS 60ാം വാർഷിക പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. 5-ന് രാവിലെ 10 മുതൽ 11 വരെ നടക്കുന്ന പരിപാടിയിൽ 31 കേന്ദ്രങ്ങളിലായി പ്രമുഖ പണ്ഡിതരും സാംസ്കാരിക നേതാക്കളും നേതൃത്വം നൽകും. തൃക്കരിപ്പൂരിൽ സമസ്ത പ്രസിഡന്റ് നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരും മഞ്ചേശ്വരത്ത് SYS സംസ്ഥാന ട്രഷറർ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരിയും ഉദ്ഘാടനം നിർവഹിക്കും. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങൾ, സുന്നി സംഘടനകൾ, സ്കൂളുകൾ തുടങ്ങിയവ ഈ ദൌത്യത്തിൽ കണ്ണികളാവും. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ സഹകരണത്തോടെ തൈകൾ ലഭ്യമാകും. ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. മരം സംരക്ഷിക്കുന്നതിനും SYS പദ്ധതികൾ ആവിഷ്കരിച്ചു. മഴക്കാലത്ത് യൂണിറ്റുകൾ തോറും മാതൃകാ പച്ചക്കറിത്തോട്ടങ്ങൾ തുടങ്ങാനും മഴവെള്ള സംരക്ഷണ ബോധവൽക്കരണം നടത്താനും 60ാം വാർഷിക ഭാഗമായി SYS തീരുമാനിച്ചിട്ടുണ്ട്. കാരന്തൂർ മർക്കസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ BA, BSc, BCom, BBA 2ാം സെമസ്റ്റർ യൂണിവേഴ്സിറ്റി പരീക്ഷ ജൂൺ 11-ന് ആരംഭിക്കുന്നതിനാൽ 2ാം വർഷ വിദ്യാർത്ഥികളുടെ 3ാം സെമസ്റ്റർ ക്ലാസുകൾ ജൂൺ 2-ന് തുടങ്ങുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഈ വർഷത്തെ റിസാല ക്യാമ്പയിനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സെക്ടറുകളുടെ നിരീക്ഷകർക്ക് സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡിനർഹരായവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് കോഴിക്കോട് സ്റ്റുഡൻസ് സെന്ററിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് V. അബ്ദുൽ ജലീൽ സഖാഫി നറുക്കെടുത്തു. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഡിവിഷനിൽ നിന്നുള്ള റഫീഖ് സഖാഫി മമ്പാട് സെക്ടർ, കണ്ണൂർ കണ്ണപുരം സെക്ടറിലെ മുഹമ്മദ് റാഷിദ് CK എന്നിവർക്ക് ഉംറ നിർവഹിക്കാനുള്ള അവസരം ലഭിച്ചു. 10 പേർക്ക് റിസാല ഹോഡി ടൂറിനുള്ള അവസരവും കിട്ടി. എരഞ്ഞിപ്പാലം മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിൽ നഴ്സറി ക്ലാസുകളിലെ വർണ്ണോത്സവ് 2014 ആരംഭിച്ചു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം IAME ഡയറക്ടർ പ്രൊഫസർ കോയട്ടി നിർവഹിച്ചു. സ്കൂൾ മാനേജർ അമീൻ ഹസൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ സത്യനാഥൻ, വൈസ് പ്രിൻസിപ്പൽ വിജയൻ, തോട്ടിൽപ്പാലം PTA പ്രസിഡന്റ് സിദ്ദീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു.
എടവണ്ണപ്പാറ ദാറുൽ അമാൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 25 മഹല്ലുകൾ കേന്ദ്രീകരിച്ചുള്ള ഫാമിലി മീറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് ചീക്കോട് മഹല്ലിൽ നടന്നു. ഉച്ചതിരിഞ്ഞ് 2:30 ചീക്കോട് ഷിയാറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന മീറ്റ് ടൗൺ ഖത്തീബ് AP നൌഫൽ സഖാഫി വേങ്ങര ഉദ്ഘാടനം ചെയ്തു. റഷീദ് ബാഖവി സംബന്ധിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എക്സിക്യൂട്ടീവ് കൌൺസിൽ EC, ഗവേണിംഗ് കൌൺസിൽ GC എന്നിവയുടെ മലപ്പുറം ജില്ലാ ഘടക രൂപവൽക്കരണം ആരംഭിച്ചു. സമ്മേളനത്തിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലകളിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ജില്ലാ ECയുടെ നിയന്ത്രണത്തിലായിരിക്കും. മലപ്പുറം വാദി ഇസ്ലാമിൽ നടന്ന GC കൺവെൻഷൻ SGM സംസ്ഥാന ജനറൽ സെക്രട്ടറി അബു ഹനീഫ് അൽ ഫൈസി തെന്നല ഉദ്ഘാടനം ചെയ്തു. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി, N അലി അബ്ദുള്ള പദ്ധതി അവതരണം നടത്തി. പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി ചെയർമാനും വടശ്ശേരി ഹസൻ മുസ്ലിയാർ കൺവീനറുമായി 11 GCയും സയ്യിദ് VP ഹബീബ് കോയത്തങ്ങൾ ചെയർമാനും ഊരകം അബ്ദുറഹ്മാൻ സഖാഫി ജനറൽ കൺവീനറുമായി 21 ECയും നിലവിൽ വന്നു. SSF വിന്നേഴ്സ് മീറ്റ് സംസ്ഥാന പ്രസിഡന്റ് V അബ്ദുൽ ജലീൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC, CBSE, ഹയർ സെക്കൻഡറി തലങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 നേടിയ വിദ്യാർത്ഥികളെയും ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ്, കേരള എൻട്രൻസ് റാങ്ക് ജേതാക്കളെയും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റാങ്ക് ജേതാക്കളായ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. രാവിലെ 8 മണിക്ക് മലപ്പുറം വാദി ഇസ്ലാം ഓഡിറ്റോറിയത്തിൽ നടന്ന മീറ്റിൽ SSF ജില്ലാ പ്രസിഡന്റ് A ഷിഹാബുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. CKM ഫാറൂഖ്, KKM സഫ്വാൻ, P ഉസ്മാൻ ബുഖാരി സംബന്ധിച്ചു. ഒമാനൂർ ശുഹദ ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ പള്ളിപ്പുറായിൽ പുതുതായി സ്ഥാപിതമായ ശുഹദ ഏജു ക്യാമ്പസ് മസ്ജിദ് ആൻഡ് കെട്ടിട ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ E സുലൈമാൻ മുസ്ലിയാർ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, K മുഹമ്മദുണ്ണി ഹാജി MLA തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ സംരക്ഷണം സർക്കാരുകളുടെ ബാധ്യതയാണെന്ന് SYS മലപ്പുറം ജില്ലാ നേതൃസംഗമം അഭിപ്രായപ്പെട്ടു. ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ആത്മാർത്ഥ ശ്രമങ്ങളാണ് വേണ്ടത്. ആശങ്കകളും വിവാദങ്ങളും സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഭരണാധികാരികൾ പിന്തിരിയണമെന്നും നേതൃസംഗമം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഓമശ്ശേരി നീലേശ്വരം മാങ്ങാപ്പോയിലിൽ അന്തരിച്ച പരേതനായ കുഞ്ഞുമുഹമ്മദിന്റെ ഭാര്യ ഖദീജ ഹജ്ജമ്മയുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ. സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം. SYS 60ാം വാർഷികം EC കൺവെൻഷനുകൾ ആരംഭിച്ചു. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്കായി മഅദിൻ അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ന്യൂനപക്ഷ സംരക്ഷണം സർക്കാരുകളുടെ ബാധ്യത SYS. പരിസ്ഥിതി ദിനത്തിൽ 6000 വൃക്ഷത്തൈ നട്ട് SYS 60ാം വാർഷികത്തിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിക്കും. മനുഷ്യക്കടത്തെന്ന പേരിൽ സംസ്ഥാനത്തെ അനാഥാലയങ്ങളെ തകർക്കാൻ ഗൂഢശ്രമം. ഡൽഹിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് സന്നദ്ധമാണെന്ന് AIP നേതാവ് അരവിന്ദ് കെജ്രിവാൾ. സംസ്ഥാനത്ത് വിഷമദ്യ ദുരന്തമുണ്ടാക്കാൻ മദ്യലോബി ശ്രമിക്കുന്നുണ്ടെന്ന് VM സുധീരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രക്ഷപ്പെടാൻ രഹസ്യ തുരങ്കമൊരുങ്ങുന്നു. ആറന്മുള വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോവില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകൾ KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. KMICയിൽ നടക്കുന്ന ക്ലാസുകൾ വീണ്ടും കേൾക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി